ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, RSSന്റെ ഒരു അജണ്ടയും നടപ്പിലാക്കി. ഇന്നത്തെ ഏറ്റവും വലിയ നരേറ്റീവ് എന്ന് പറയുന്നത് വി ഡി സതീശൻ സംഘപരിവാർ ഏജന്റാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെ വരുത്തി തീർത്താൽ RSS അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന് വരുത്തി ഈ ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ ഓർമ്മേൽപ്പിക്കാൻ ഏതെങ്കിലും CPM ഓറിയന്റഡ് ആയിട്ടുള്ള സംഘടനകളെയോ നേതാക്കന്മാരോ ഉദ്യോഗസ്ഥരോ ശ്രമിച്ചാൽ അവർ സർവീസിലുണ്ടാകും. UDF അധികാരത്തിലേറ്റിയിട്ട് 3 മാസം കഴിയുകയാണ്. എന്ത് തോന്നുന്നു ഈ 3 മാസത്തെ ഭരണത്തെ പറ്റി? പണം നിലച്ചു നിന്നിടത്ത് നിന്ന് പണമൊഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ ലഹരി കേസിൽ തൂഫാനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് പോലും സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? UDF അധികാരത്തിലേറ്റിയിട്ട് 3 മാസം കഴിയുകയാണ്. യഥാർത്ഥത്തിൽ വലിയ വിഷയങ്ങൾ ഒരുപാട് ഈ സമയം കൊണ്ട് തന്നെ വന്നു. വലിയ വലിയ ചർച്ചാ വിഷയങ്ങൾ നടന്നു. യഥാർത്ഥത്തിൽ നോക്കിക്കാണുമ്പോൾ എന്ത് തോന്നുന്നു ഈ 3 മാസത്തെ ഭരണത്തെ പറ്റി? അരുൺ എന്ത് തോന്നുന്നു? വളരെ മികച്ചൊരു ഭരണമായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആരോഗ്യവകുപ്പ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് നോക്കിക്കഴിഞ്ഞാലും പല പല വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ പിന്നെ രാഹുൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പണം നിലച്ചു നിന്നിടത്ത് നിന്ന് പണമൊഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. അതെ, അഥവാ ബിസിനസ് സെക്ടറുകൾ ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? നിർമ്മാണ മേഖല പുനരുജ്ജീവിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭൂമി വാങ്ങുന്നതും കൊടുക്കുന്നതും വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റ് ഉണർന്നിട്ടുണ്ട്. എന്ത് മനസ്സിലായി? മൊത്തത്തിലൊരു ഉണർവ് എന്ന് പറഞ്ഞാൽ UDF വന്നതിന് ശേഷം കേരളത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം സാമ്പത്തിക മേഖലയിൽ പണമൊഴുകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്തെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് BJP ആണെങ്കിലും CPM ആണെങ്കിലും വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ ഭരിക്കുന്നത് RSS അജണ്ടകളാണ് അല്ലെങ്കിൽ BJP അജണ്ടകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞ RSSുമായി ഞങ്ങൾ ചേർന്ന് നടത്തിയ ഒരു അജണ്ട അല്ല, യഥാർത്ഥത്തിൽ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ CPM ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുമായി ക്രിസ്മസുമായി ബന്ധപ്പെട്ട് VD സാവർക്കർ എങ്ങനെ ചോദ്യത്തിൽ വന്നു എന്ന് പറയുന്ന വിഷയം. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട TG മോഹൻദാസുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്ന നിലപാടുകൾ പോലീസ് എടുത്തു എന്ന് പറയുന്ന അങ്ങനെ ഓരോ വിഷയങ്ങളിലും CPM പല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ RSSന്റെ ഒരു ലൈനും എടുക്കാനല്ല ഞങ്ങളുടെ ഗവൺമെന്റ് വന്നിരിക്കുന്നത്. RSSന്റെ പദ്ധതി അതുപോലെ അനുവർത്തിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉറപ്പിച്ചു പറയാം. നിങ്ങൾ നോക്കൂ, ADGPയുടെ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് എന്തായിരുന്നു? പറയും. ADGPയെ മാറ്റണം, പുതിയൊരാളെ കൊണ്ടുവരണം അല്ലേ? ചോദ്യപേപ്പർ നോക്കൂ, നമ്മുടെ ഈ സുഗതന്റെ വിഷയം വന്നു. സുഗതന്റെ വിഷയത്തിൽ ജാമ്യം കൊടുക്കാം എന്നെഴുതിയ അരുണിമയുടെ അവസ്ഥ എന്തപ്പോ? അറിയില്ല. സസ്പെൻഡ് ചെയ്തില്ലേ? തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട സെക്രട്ടറി സസ്പെൻഡ് ചെയ്ത് അറിഞ്ഞില്ലേ? കേട്ടിരുന്നില്ല. സുഗതന് അനുകൂലമായി റിപ്പോർട്ട് എഴുതി കൊടുത്ത ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു. ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ട് കുരിഷ്ട ചോദ്യം കുത്തിക്കയറ്റി വെച്ച് ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആള് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മോഹൻദാസിനെ ഇതുവരെ RSS നേതാവിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അറസ്റ്റ് ചെയ്തു. ആ ബെയിൽ ഓർഡറിൽ എങ്ങനെയാണ് പറയുന്നത്? പ്രായാധിക്യവും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും രോഗവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിലും പുള്ളിക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ്. ഇതായിരുന്നു. ഇനി അതിനകത്ത് ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജീവനക്കാരിൽ 70% അന്നും ഇന്നും CPMലാണ്. കേരളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയ IPS ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗം പേരും ചെന്ന് ചേർന്നത് BJPയിലാണ്. അതെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവർ സർവീസിൽ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സെന്തായിരിക്കും? BJP അനുഭവമാണ് ആയിരിക്കണം, അല്ലേ? അതെ, അനിരാജ് തന്നെ ഇടക്കാലത്ത് വെച്ച് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്താണല്ലോ. അത് ഇപ്പോഴും തുടരുന്നുണ്ടാവും. ഞങ്ങളത് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അത്തരം പുഴുക്കുത്തുകളെ RSS മനസ്സുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുക. അത് ചോദ്യപേപ്പറിന്റെ രൂപത്തിലായിരുന്നാലും, സുഗതന്റെ ജാമ്യത്തിലായിരുന്നാലും, കിസ് മത്സരത്തിലായിരുന്നാലും, അത് PM ശ്രീയുമായി ബന്ധപ്പെട്ടായിരുന്നാലും ഞങ്ങളത് കൃത്യമായി ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എത്ര നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് കളയാൻ കഴിയും? ഞങ്ങൾക്കൊരു ഗവൺമെന്റ് ഒരു തുടർച്ചയാണ്. ആ ഉദ്യോഗസ്ഥർ, ഇടതുപക്ഷത്തിന്റെ ഉദ്യോഗസ്ഥർ, അവർ നിങ്ങൾ പോലും അറിയാത്ത വേഗത്തിലാണ് അവർ RSS ആയിക്കൊണ്ടിരിക്കുന്നത്.
ഇടതുപക്ഷ അനുകൂലികളായി കയറിയിരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും RSS മൈൻഡാണ്. അത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുണ്ടായ ഒരു എക്കോ സിസ്റ്റമാണത്. ആ സിസ്റ്റത്തെ പൊളിക്കലാണ് ആദ്യത്തെ പണി. അതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കണ്ടത്. അവർ എങ്ങനെയാണോ ഈ ഗവൺമെൻറ്റിനെ, നിങ്ങൾ നോക്കൂ, ഇനി CPM-ൻ്റെ സ്പേസ് എന്താ? വികസനം പറഞ്ഞിന് വരാൻ പറ്റില്ല, നേതാവിനെ കാണിച്ചിട്ട് വരാൻ പറ്റില്ല. പഴയകാല തൊഴിൽ സമരവും SFI സമരവും DYFI സമരവും കൊണ്ടിറങ്ങിയ ജനം അടിക്കും. ജനത്തിന് ഇപ്പോൾ സമരത്തോടൊക്കെ അത്തരത്തിൽ അങ്ങനെയുള്ള അക്രമ സമരത്തോട് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഇനി നിക്ഷേപങ്ങളെയും അതുപോലെ തന്നെ വിദേശ വായ്പകളെയും വിദേശ നിക്ഷേപങ്ങളെയും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണത്തെയും തടഞ്ഞു നിർത്താനും അവർ കഴിയില്ല. കാരണം അവർ തന്നെ എന്ത് ചെയ്തു തുടങ്ങി. വിദേശ സർവകലാശാല ആകാം, വിദേശ നിക്ഷേപമാകാം, സ്വകാര്യ സ്വത്താവാം, സ്വകാര്യ നിക്ഷേപമാകാം, അവർ തന്നെ പിന്നെ പാർട്ടി തീരുമാനമെടുത്ത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവർ നോക്കി 140 മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഒന്നാകെ കോൺഗ്രസിലേക്ക് മറിഞ്ഞു. അത് BJP ഉള്ള വിരോധം കൊണ്ടാണ്. ശ്രീ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJP അനുകൂലമായ നിലപാടുകൾ എടുത്തു പിണറായി വിജയൻ എന്നുള്ളതുകൊണ്ട് വാശി കൂടിയാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചു വരാം? CPM ചിന്തിച്ചു. അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും മതേതര മനസ്സുള്ള മറ്റു പിന്നെ മതവിഭാഗത്തിൽപ്പെട്ടവരും സെക്കുലറായി ചിന്തിക്കപ്പെടുന്ന ഡെമോക്രാറ്റുകളും എല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം നിന്നാൽ ഒരിക്കലും CPM-ന് തിരിച്ചു വരാൻ പറ്റില്ല. അതെങ്ങനെ മാറ്റാം? അതിനുള്ള വഴിയാണ് കോൺഗ്രസ് RSS ആയി എന്ന് പറയുക. അപ്പം സ്വാഭാവികമായിട്ട് ആരും മാറിക്കോളും, ന്യൂനപക്ഷങ്ങളുടെ ആളുകളോട് പറഞ്ഞോളും, CPM-ലേക്ക് പറഞ്ഞോളും. ഈ തന്ത്രമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ല, ഇന്നത്തെ ഏറ്റവും വലിയ നരേറ്റീവ് എന്ന് പറയുന്നത് VD സതീശൻ സംഘപരിവാർ ഏജന്റാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെ വരുത്തി തീർത്താൽ നമുക്ക് തിരിച്ചു വരാമെന്നാണ് CPM കരുതുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, RSS-ന്റെ ഒരു അജണ്ടയും നടപ്പിലാക്കില്ല. RSS അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന് വരുത്തി ഈ ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ ഏതെങ്കിലും CPM ഓറിയന്റഡ് ആയിട്ടുള്ള സംഘടനയോ നേതാക്കന്മാരോ ഉദ്യോഗസ്ഥരോ ശ്രമിച്ചാൽ അവർ സർവീസിലുണ്ടാവില്ല. നിങ്ങളുടെ നിലപാട് വ്യക്തമായോ? നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഏത് കാര്യത്തിൽ RSS-മായി ചേർന്നോട് സമീപനം എടുത്തത്? CPM-ന്റെ ഏറ്റവും വലിയ ആക്ഷേപം തന്നെ VD സതീശൻ ഭരണത്തിൽ ഏത് കാര്യത്തിൽ RSS-ന്റെ നേതാക്കന്മാരെ കാണാൻ വേണ്ടി ഫ്ലൈറ്റ് കയറിപ്പോയത് എന്തിന്? ഏത് ഫ്ലൈറ്റ്? അങ്ങനെ അവർ ആരോപിച്ചിട്ടില്ല. അവർ പറഞ്ഞ ജനതാദൾ യുണൈറ്റഡിന്റെ അല്ല നേതാക്കന്മാരെ. CPM-ന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ അങ്ങനെയായിരിക്കും പറയുന്നത്. പക്ഷേ അടിയിലോട്ട് വരുന്ന നമ്മള് ആർമി, CPM ആർമി എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആർമി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. അല്ല, ഇവരാണ് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. RSS-മായി ചേർന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് ഇല്ല. അവരുടെ നയം നടപ്പിലാക്കാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. UDF ഓറിയന്റഡ് നിലപാടുണ്ട്. ആ നിലപാട് ഉയർത്തിപ്പിടിക്കും. അതിൻ്റെ മറവിൽ കൂടെ കുത്തിക്കയറ്റി സുഗതന് ഒരു ജാമ്യം കിട്ടാൻ വേണ്ടി ഇരിക്കട്ടെ ഒരു സാധനം പുറത്ത്. കിസ്സിനകത്ത് ഒരു ചോദ്യത്തിൽ ഒരു ചോദ്യം കയറ്റി കൊടുക്കാം പുറത്ത്. PM ശ്രീ ആകാം എന്നൊരു നോട്ട് എഴുതി കൊടുക്കാം പുറത്ത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? വിദ്വേഷ പ്രസംഗങ്ങളാകാം, അവരെയൊന്നും അറസ്റ്റ് ഒന്നും ചെയ്യേണ്ട പുറത്ത്. ഞങ്ങളുടെ ഏത് സമീപനം നിങ്ങൾ പറ, ഞങ്ങൾ ഏത് കാര്യത്തിലാണ് RSS-മായി ചേർത്തത്? ഞങ്ങൾ RSS ആണ് എന്ന് പറയാൻ അവർക്ക് എന്താ ഉള്ളത്? ഒന്നും തന്നെയില്ല. ഞങ്ങൾ വർഗീയത ഇനി അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി ചേംബറിൽ കണ്ടില്ലേ? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അല്ല, അത് പബ്ലിക്കിന്റെ മുഖ്യമന്ത്രിയാണ്. CM ഓഫീസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഓഫീസല്ല. അവിടെ ആരെയൊക്കെ കണ്ടിട്ടുണ്ട്? വിശ്വ ഹിന്ദു പരിഷത്തിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സമസ്ത പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ആർച്ച് ബിഷപ്പുമാരെ അവിടെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ SFI-ക്കാരെയും കണ്ടിട്ടുണ്ട്. SFI-ക്കാർ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ കാണാൻ നിവേദക സംഘമായി നിൽക്കുന്ന ഈ ആളിനെ കണ്ടിട്ട് ഒരു അന്തം വിട്ടിട്ടാണ് ഇറങ്ങിപ്പോയത്. അല്ല, ഇതിനകത്ത് മറ്റൊരു വിഷയമുണ്ട്. ഇത് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദീന ഭാരതിയൊക്കെ CM-നെ കാണാൻ വേണ്ടിയിട്ട് ആ ഓഫീസിലിരിക്കുന്ന ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായി ഒരു മുഖ്യമന്ത്രി കണ്ടു അല്ല, KSU-കാരെങ്കിലും മുഖ്യമന്ത്രിക്ക് കണ്ടൂടെ ഇവരെ കാണുന്നതിന് മുമ്പിട്ട് എന്ന് പറഞ്ഞ് KSU-കാരെ VD സതീശൻ കാണുന്നില്ല എന്ന് പറയല്ല. KSU-കാരെ കാണുന്നുണ്ട്. KSU-കാർക്ക് എന്തിനാണ് സാർ മുൻകൂർ അനുവാദം? അല്ല, കമന്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുലിന് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ എന്തിനാ മുൻകൂർ അനുവാദം? കണ്ടാൽ പോരെയോ? മതി. നിങ്ങൾ ആരെങ്കിലും തടയോ? ഇല്ല. നിങ്ങൾ കാർഡൊന്ന് ചിലപ്പോൾ പരിശോധിക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു പാസ് എടുത്താന്ന് ചോദിക്കുമായിരിക്കും. മുഖ്യമന്ത്രിയെ കാണാൻ കാത്തു നിൽക്കുന്നത് നിങ്ങളെ കാണാതെ പോകുമോ? ആ വരിയിൽ എവിടെയെങ്കിലും നിന്നാൽ കാണാതെ പോകുമോ? അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറ്റാതിരിക്കുമോ? വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത ഉണ്ടാക്കുന്നവരുണ്ടാകും. ഞങ്ങളെ കണ്ടില്ല. ഇപ്പോൾ അലോഷ്യസ് സേവറുമായിട്ട് അദ്ദേഹം ഒരു വേദി പങ്കിടുമ്പോൾ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നില്ല.
വാർത്തയുണ്ടാക്കാൻ വേണ്ടി വാർത്തയുണ്ടാക്കുന്നവരുണ്ടാകും. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂട്ടുപിടിക്കണ്ട, ആർക്കും കാണാം. കേസുകാർക്കൊക്കെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ കാണാം. മുൻകൂർ അനുവാദം പോലും വേണ്ട. പക്ഷേ ഇപ്പോഴത്തെ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് കേസുകാർക്ക് പോലും കാണാൻ കഴിയാത്ത ഒരാളായിട്ട് വി ഡി സതീശൻ മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു എല്ലാ കേസുകാർക്കും കാണാം. കണ്ടല്ലോ, അലോക്ഷ്യം കണ്ടില്ലേ? വിഷയം കണ്ടില്ലേ? കണ്ടിരുന്നു, എല്ലാവരെയും കാണും. പക്ഷെ അതിനു മുമ്പിട്ട് നടന്ന ഈ വിവാദങ്ങൾ ഇത് യഥാർത്ഥത്തിൽ അനാവശ്യമായിരുന്നില്ലേ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ചിലർ തെറ്റിദ്ധരിച്ചു കൊണ്ട് വിമർശിക്കും, ചിലർ ബോധപൂർവ്വം വിമർശിക്കും. രണ്ടിനും രണ്ടായി കണ്ടാൽ മതി. ബോധപൂർവ്വം വിമർശിക്കാൻ വരുന്നവരെ ആ തരത്തിൽ തന്നെ കണ്ടാൽ മതി. തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് വിമർശിക്കുന്നവരുണ്ടാവും, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അലോഷ്യയൊക്കെ ഞങ്ങളുടെ KSU സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ, ആർക്കാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റുക? അലോഷ്യയെ പോലത്തെ ഒരാളിനെ കാണണ്ടെന്ന് മുഖ്യമന്ത്രി പറയും. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ KSU പ്രസിഡന്റ് അല്ലേ? ഞങ്ങളുടെ ഭാവി നേതാവല്ലേ? അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ? മാറ്റി നിർത്തൂ. അതൊക്കെ ആവശ്യമില്ലാത്ത വിവാദം. സമരങ്ങളുടെ കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പിറ്റേ ദിവസം മുതൽ DYFIയും SFIയും സമരങ്ങളോട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഈ സമരങ്ങളെല്ലാം എങ്ങനെ അതിജീവിക്കും? ഞാനൊരു കാര്യം DYFIയോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു? യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ട എവിടെയാ? ആ PSC ചെയർമാന്റെ വീട്ടിന് മുമ്പിൽ പോയി സമരം ചെയ്യണ്ടേ? PSC ഉദ്യോഗാർത്ഥികളുടെ അവിടെ പോയിട്ട് PSC ഓഫീസിന് മുമ്പിൽ നടന്ന കൃത്രിമത്വത്തിനെതിരെ സമരമില്ല. എന്നാൽ PSCയിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം, നിയമനം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരപ്പന്തലിലേക്ക് 10 കൊല്ലം പോവാത്തവർ ഇപ്പൊ ചെന്നിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു പാവം കുട്ടി സിദ്ധാർത്ഥൻ റാഗിങ് നടത്തി അടിച്ചു കൊന്നു. അതിൽ സമയക്കാർ പോയോ? ഇല്ല, അവരായിരുന്നല്ലോ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇവിടെ പാലത്തായിൽ ഒരു കുട്ടി അടിച്ചു കൊന്നു, പോയോ? ഇവിടെ ഇവിടെ വാളയാറില് 2 പെൺകുട്ടികളെയാണ് മരിച്ചത് അല്ലേ? വണ്ടിപ്പെരിയാറിൽ ഉൾപ്പെടെ. പ്രതിപട്ടികയിൽ ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ. നിങ്ങൾ എവിടെയെങ്കിലും DYFI കണ്ടോ? ഇല്ല. കണ്ടോ? ഇല്ല. ഇവിടെ ബസ് കൺസെഷൻ ചാർജ് ദരിദ്രരേഖയിൽപ്പെട്ട് താഴെപ്പെട്ട് പാവപ്പെട്ടവന്റെ മക്കളുടെ പലരുടെയും ബസ് കൺസെഷൻ ചാർജ് കൂട്ടി. നിങ്ങൾ സമരരംഗത്ത് കണ്ടോ? ഇല്ല. കണ്ടോ? നിങ്ങളിവിടെ തൊഴിലില്ലാത്ത 100 കണക്കിന് ആളുകൾ ഇവിടെ സമരം നടത്തി, മുടി മുറിച്ചിട്ട് സമരങ്ങൾ നടന്നു. നിങ്ങൾ സമരപ്പന്തലിൽ നിങ്ങൾ DYFI കണ്ടോ? ആശാവർക്കർമാരെ കണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു DYFIക്കാരനെ കണ്ടോ? SFIക്കാരനെ കണ്ടോ? കണ്ടോന്ന്? നാളെ മുതൽ ഞങ്ങൾ കാണുമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ വിദേശ സർവകലാശാല ആകാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. നിങ്ങൾ സമരം കണ്ടോ? ഇല്ല. വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികളായ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ആരംഭിക്കാം. സമരം കണ്ടോ നിങ്ങൾ? ഇല്ല. സ്വകാര്യ കോളേജുകളാകാം, സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് ലിമിറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ സമരം കണ്ടോ? കണ്ടോ? ഇല്ല. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ കരണത്തടിച്ചിട്ടു, ഓർമ്മയില്ലേ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണമാകാൻ തീരുമാനിച്ചു, വിദേശവൽക്കരണമാകാൻ തീരുമാനിച്ചു. നിങ്ങൾ സമരം കണ്ടോ? ഇല്ല. കണ്ടില്ലല്ലോ. അട്ടപ്പാടിയിലെ ആളുകൾ മണ്ണ് വാരി തിന്നു. നിങ്ങൾ സമരം കണ്ടോ? ഇല്ല. പ്രളയ ഫണ്ട് വെട്ടിച്ചു സഖാക്കന്മാർ പലരും. നിങ്ങളുടെ സമരം കണ്ടോ? ഇല്ല. കണ്ടോ? ഇല്ല. വയനാട്ടിൽ 860 പരം കോടി രൂപ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വന്നു. അത് സമയത്ത് ചെലവഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം കണ്ടോ? അപ്പോൾ 10 കൊല്ലക്കാലം ഭരണവിലാസം സംഘടന, ദർബാറിൽ കിടന്ന് ഉറക്കം, ഭക്ഷണം തീറ്റി ഉറക്കം, ന്യായീകരണം, അങ്ങനെ തന്നെ എന്ന് വാഴ്ത്തൽ. ഇവിടെ പുകഴ്ത്തിപ്പാടിയില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ NGO യൂണിയന്റെ ഒരു സമരം കണ്ടു. ഇരുണ്ട കാലം തിരിച്ചു വന്നേ, ഇരുണ്ട കാലം മടങ്ങി വന്നേ. 5000 പേരുടെ തിരുവാതിര നടത്തി ഇവിടെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിപ്പാടി ഒരുത്തന് സർവീസിൽ കാലാവധി നീട്ടിക്കൊടുത്തു. റിട്ടയർമെന്റിന് ശേഷം. കണ്ടില്ലേ? അത് ഓർമ്മയില്ലല്ലേ? ഓർമ്മയില്ല. റിട്ടയർ ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വാഴ്ത്തിപ്പാട്ട് പാടിയവന് തിരുവനന്തപുരത്ത് ഗവൺമെന്റിൽ അയാളുടെ സർവീസ് കാലാവധി നീട്ടിക്കൊടുത്തു. പുകഴ്ത്തിപ്പാടി തിരുവാതിര കളിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും സമരം കണ്ടോ? ഇല്ല. ഇപ്പൊ ഇറങ്ങിയിരിക്കുക. സാലറി ചലഞ്ചുകൾ നടന്നു. നിങ്ങൾ സമരം കണ്ടോ? ഇല്ല. 10 കൊല്ലക്കാലം കോൺഗ്രസ് ആയ കാലത്താൽ ഞങ്ങളുടെ പല ജീവനക്കാരെയും തിരുവനന്തപുരം കാണിച്ചിട്ടില്ല. ഞങ്ങളെ സ്വന്തം ദേശത്തുനിന്ന് വടക്കുനിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയിട്ടില്ല. അപ്പോഴാണ് കളക്ടറേറ്റിൽ നിന്നും RD ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയത് പ്രതിഷേധിച്ചുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്തത്രേ. അല്ല സമരം. ഇപ്പോൾ CPM-ന്റെ തന്നെ ഏറ്റവും വലിയൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മലപ്പുറം മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്തേക്ക് വന്ന് നിന്ന് തിന്നു കൊഴുത്ത് അവിടെ കിടക്കുകയാണ് എന്ന് പറയുന്നൊരു പ്രസ്താവനയൊക്കെ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞുതരാം. തിന്നത്തല്ല, അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിമാരുടെ ഓഫീസുകൾ ജനങ്ങൾക്ക് മുമ്പ് തുറന്നിരിക്കുക. മുമ്പ് അത് കഴിയുമായിരുന്നില്ല. ജില്ലാ സെക്രട്ടറിമാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണമായിരുന്നു ഒരു ചെറിയ കാര്യം സാധിക്കാൻ, അല്ലേ?
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കിട്ടാൻ സെക്രട്ടേറിയറ്റിലെ സമരം ഗേറ്റിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയ കൂടാരം പോലത്തെ സ്ഥലത്ത് വന്ന് ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് പോകണമായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമായിരുന്നില്ല. ഇപ്പം കാണാം, അവരെ ചേർത്ത് പിടിക്കും. അപ്പോൾ ധനസഹായം എഴുതും. പ്രിയദർശിനി ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യണം. ലഹരി, ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരാളെ എന്തോ ലഹരിയിൽ പിടിച്ചെന്ന് പറഞ്ഞല്ലോ, അതെ, വലിയ വാർത്തയല്ലോ. അന്നത്തെ വാർത്ത അതാ. എൻ്റെ ചോദ്യം, ഞങ്ങൾ സംരക്ഷിച്ചോ? ഇല്ല. ഞങ്ങൾ മുടക്കോഴ മലയെ കൊണ്ടുപോയോ? ഇല്ല. തിരഞ്ഞു വന്ന പോലീസുകാരനെതിരെ തോക്കെടുത്തോ? ഇല്ല. ഞങ്ങൾ പിന്നെ നിയമസഹായം കൊടുത്തോ? ഇല്ല. ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന നേരത്ത് ഞങ്ങൾ കൂട്ടമായിട്ട് ചേർന്ന് ഹാരമിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ ലഹരി കേസിൽ തൂഫാനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് പോലും സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? സിസ്റ്റം നന്നായി നടത്തുക. സിസ്റ്റം നന്നായതല്ല, നിഷ്പക്ഷമായെന്നല്ലേ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ തൂഫാനിൽ അകത്തായാൽ അയാൾ അകത്താകുന്നുവെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാളും ഒരു കോള് പോലും വിളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ തൊഴുത്ത് വൃത്തിയാവുന്നു, ഈ സിസ്റ്റം വൃത്തിയാകുന്നു, തൂഫാൻ ഏൽക്കുന്നു, പ്രിയദർശിനിയുടെ വണ്ടിയിൽ ആളുകൾ കയറുന്നു, ബിസിനസ്സുകൾ വരുന്നു, പണം ഒഴുകി തുടങ്ങുന്നു, സെക്രട്ടേറിയറ്റ് മുമ്പിലെ ചായക്കടകളിൽ ചായക്കടക്കാർക്ക് കിട്ടുന്നു, ആട്ടോറിക്ഷകൾക്ക് ഓട്ടം കിട്ടുന്നു, ബസ്സിൽ യാത്രക്കാർ കൂടുന്നു, ഹോട്ടലുകൾ നിറയുന്നു, ബിസിനസ്സുകൾ വർദ്ധിക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രിയദർശിനി ഒരു പാളിപ്പോയ പദ്ധതിയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല. പ്രിയദർശിനി ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഞങ്ങൾ അതിനുവേണ്ടി 500-600 കോടിയാണ് മാസം തോറും കേസ്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത് തിരക്ക് കാരണം ഇപ്പോൾ ഇന്ന് വന്നൊരു വാർത്തയാണ്. തിരക്ക് വന്നതിന് ശേഷം ബസ് എടുക്കാതെ കണ്ടക്ടർ നിൽക്കുകയാണ്. നോക്കുന്നു, ഞങ്ങൾ ഒരു പരിധിവരെ പ്രതീക്ഷിച്ചതിനേക്കാൾ ജനം, സ്ത്രീകൾ, സഹോദരിമാർ ഇതിനാശ്രയിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി എന്ത് മുൻകരുതലാണ് എടുക്കാൻ പോകുന്നത്? കാരണം തിരക്ക് വീണ്ടും വർദ്ധിച്ചു. ബസ്സുകൾ കൂട്ടുക, റൂട്ട് കൂട്ടുക എന്നല്ലാണ്ട് ഒരു മാർഗമില്ല. KSRTC വിഹിതം കൂട്ടുക, മറ്റ് ബസ്സുകളുടെ എണ്ണം കൂട്ടുക, അല്ല ഒരു മാർഗമില്ല. അത്രയ്ക്ക് ക്ലിക്കായിപ്പോയി ഈ സംഭവം. ഡിറക്റ്റായിട്ട് ഒരു മാസം 3000-4000 രൂപ യാത്രാ ചെലവിൽ ഒരു സഹോദരിക്ക് മിച്ചം കിട്ടുകയാണ്. അവരതെടുത്തൊരു ചിട്ടി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ മക്കളുടെ ഫീസിന് ഉപയോഗിക്കുകയാണ്. ശരിയല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ചലനം ചെറുതാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ സഹോദരിമാർ പോകുന്ന സൗജന്യ ടിക്കറ്റ് അടിച്ച് കിട്ടുമ്പോൾ അവർ 1 മിനിറ്റ് നേരം UDFനെ VD സതീശനെ ഓർമ്മിക്കാതിരിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആണോ? അല്ല. ഞങ്ങളിപ്പോൾ പെൻഷൻ ഇപ്പോൾ ഡയറക്റ്റ് ആക്കാൻ തീരുമാനിച്ചു. എത്ര പേരാ പെൻഷൻ കൊണ്ട് തിന്നു തീർത്തത്? അല്ല, അതും വലിയ വിവാദമായിരുന്നു. തലശ്ശേരിയിൽ ലോക്കൽ കമ്മിറ്റി അങ്ങ് അറസ്റ്റായത്. അല്ല, VD സതീശൻ ഇവിടെ കൊല്ലത്ത്, കരിമ്പുഴയിൽ, ഇടുക്കിയിൽ ഒരു മുൻ മന്ത്രിയുടെ അടുത്ത ബന്ധു, അവർക്ക് പങ്കൊന്നുമില്ല കേട്ടോ, ഒരു മുൻ മന്ത്രിയുടെ അടുത്ത ബന്ധുവായ ഒരു ലേഡി പെൻഷൻ തട്ടിപ്പിനകത്തായി. 69 പേരുടെ മരിച്ചവരുടെ പെൻഷൻ ഒരു സഖാവ് അടിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം ഓരോ ദിവസം വരുന്നങ്ങൾ കാണുന്നില്ലേ? അല്ല, പക്ഷേ സാധാരണപ്പെട്ട മനുഷ്യരെയും കൂടെ അഡ്രസ് ചെയ്യേണ്ടതില്ലേ? അതായത് ചെന്ന് വാങ്ങാൻ പറ്റാത്തവർ, അതെ, ചില വീടുകൾ അങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങൾ മണി ഓർഡർ ആക്കാൻ പോകും. അത് വീട്ടിൽ കൊണ്ട് പോസ്റ്റ്മാൻ കൊടുക്കും. ഞങ്ങൾ വേറെ സംവിധാനം ഉണ്ടാവും ഒരുക്കുമെന്ന് പറഞ്ഞില്ലേ? ബാങ്ക് അക്കൗണ്ടുള്ള ആരോഗ്യമുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ പണം വരും. ബാങ്ക് അക്കൗണ്ടിൽ പോയി നിങ്ങൾക്ക് എൻ്റെ പെൻഷൻ വന്നൊന്ന് അന്വേഷിക്കട്ടെ സാർ. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും, അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കയ്യിലെങ്കിലും ഉണ്ടല്ലോ, പെൻഷൻ വന്നെന്നുള്ള വിവരം കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അമ്മമാർ ഇത് CP എടുത്താൽ മതി. ഗൂഗിൾ പേ ഉണ്ടല്ലോ, ഓരോ ബാങ്കിന്റെ മുമ്പിലും പോയി ചോദിക്കേണ്ടി വരില്ല. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്നാൽ കിടപ്പ് രോഗികൾക്ക് അത് കൊടുക്കുന്നില്ല. അതിനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? മണി ഓർഡർ ആക്കുന്നത്. പോസ്റ്റ്മാൻ നേരിട്ട്. കിടപ്പ് രോഗികൾ മാത്രമല്ല, ഇപ്പോൾ ഈ മലയോര മേഖലയിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ഒരു ATM ഒക്കെ ആയിരിക്കും ഉള്ളത്, ചിലപ്പോൾ അത് പ്രവർത്തിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ അവരൊരു ബാങ്കിലേക്ക് വരണമെങ്കിൽ 250 രൂപ. ഇപ്പൊ ATM-ൽ പോയി പണം എടുക്കാതെ തന്നെ മൊബൈൽ ഫോൺ വഴി ഗൂഗിൾ പേ ചെയ്യാമല്ലോ. ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ, അതാണ് അവിടെ ഞങ്ങൾ പ്രത്യേകം നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ റൂറൽ മേഖലകളിൽ സാധുക്കളായ ആളുകൾ, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അത് പോസ്റ്റ് ഓഫീസ് സംവിധാനം മതിയോ, അതേ മറ്റെന്തെങ്കിലും സർക്കാർ സംവിധാനം ആലോചിക്കേണ്ടതുണ്ടോ? ഞങ്ങളത് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ സഹകരണ ബാങ്ക് വഴിയുള്ള കൊള്ള ഞങ്ങൾ അവസാനിപ്പിക്കും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും
മറ്റൊരു എപ്പിസോഡ് വഴിയാ. താങ്ക് യു. താങ്ക് യു.